കാർത്തിക് കാർത്തിക് ഷോർട്സ് കമ്മ്യൂണിറ്റി അംബാസിഡർ കൂടിയാണ്. അപ്പോൾ ഒരു ഉത്തരവാദിത്തമുള്ളൊരു പോസ്റ്റിലിരിക്കുന്ന ആൾ കൂടിയാണ് യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയുള്ള ഒരാളെന്ന നിലയിൽ സാറ് പറഞ്ഞതുപോലെ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒന്ന്, എന്ത് തോന്നുന്നു ഇപ്പോൾ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ഉന്നമനത്തിന് സഹായിച്ചിട്ടുള്ള ഇന്ത്യയിലെ യൂട്യൂബ് ക്രിയേറ്റർ കമ്മ്യൂണിറ്റിയുടെ ഒരു അംബാസിഡർ എന്നുള്ള എനിക്ക് പറയാന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ GDP ഗ്രോത്ത് റേറ്റിനെ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് വ്ളോഗേഴ്സ് ആണ്. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള നല്ല കോൺട്രിബ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് ഇന്നും വ്ളോഗേഴ്സ് ജനഹൃദയങ്ങളിലുള്ളത്. കണ്ടന്റും കോമാളിത്തരവും രണ്ടാണ്. ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു വ്ളോഗർ അവർ എന്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കും ചീത്തപ്പേരുണ്ടാക്കുന്ന തരത്തിൽ പൊതുനിരത്തിൽ ഇറങ്ങിയിട്ട് ഇത്തരത്തിലുള്ള ഒരു സാഹസികത കാണിച്ചപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടക്കമുള്ള പല വ്ളോഗേഴ്സിനും അത് മാനക്കേട് തന്നെയാണ്. എന്നാൽ സാർ നേരത്തെ സൂചിപ്പിച്ച ഒരു പോയിന്റിൽ എനിക്ക് ഒരു ചെറിയ തിരുത്തുണ്ട്. കാരണം ഇദ്ദേഹം ആവർത്തിച്ച് ചെയ്തു എന്ന് പറയുന്ന നിയമലംഘനങ്ങൾ കണ്ണടച്ചത് കൊണ്ടല്ലേ അയാൾ പിന്നെയും അത് കണ്ടിന്യൂ ചെയ്തത്. അയാൾ ചെയ്തൊരു ചെറിയ നിയമലംഘനം പോലും ഒരു സമയത്ത് കണ്ടിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും വലിയൊരു കുറ്റകൃത്യത്തിലോട്ട് അയാൾ എത്തുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള നിയമങ്ങളിലോട്ട് എത്തുന്നതിന് പകരം എന്താ പറയാ മുളയിലെ നുള്ളാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. ഇത് അയാൾ ചെയ്തൊരു വലിയ തെറ്റ് കണ്ടപ്പോൾ അയാൾ മുമ്പ് ചെയ്തുള്ള ചെറിയ തെറ്റുകളെ തേടി പോയി എന്ന് പറയുന്ന ഒരു അനാസ്ഥ അതിനകത്ത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്നുണ്ടെങ്കിലും ഞാൻ ഇദ്ദേഹം ചെയ്ത പ്രവൃത്തിയോട് പൂർണ്ണമായിട്ടും വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. ഞാൻ മാത്രമല്ല, ഈ ഒരു വ്ളോഗേഴ്സിന്റെ കമ്മ്യൂണിറ്റിയിലുള്ള എന്റെ ആൾക്കാരും ഇദ്ദേഹത്തിന്റെ ഈ ഒരു ക്രിയയിൽ വളരെയധികം എന്താ പറയാ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഈവൻ ഇഫ് നമ്മളൊരു വണ്ടി ഓടിച്ചു പോവാണ്, റോഡിൽ ഒരു ചെക്കിംഗ് നടക്കുകയാണ്, നമ്മളെ വണ്ടി കൈ കാണിക്കുന്നു, പോലീസുകാർ നമ്മളെ വണ്ടി ഇപ്പം നിർത്തുന്നു, ചെക്ക് ചെയ്യുന്നു, പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കും. എന്നിരുന്നാലും ബ്ലോഗർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഞാൻ ബ്ലോഗർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയത്തിന്റെ പേരിൽ ഒരു ഓഫീസർ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് അതിന് ഉത്തരവാദി. ഒരു എന്താ പറയാ റീച്ച് എന്ന് പറഞ്ഞ സംഭവമില്ലേ, അതിപ്പോ മാധ്യമങ്ങൾക്കാണെങ്കിലും സോഷ്യൽ മീഡിയക്കാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുമെന്നുള്ളതാണ്. വരുമാനം എത്രത്തോളം കിട്ടുമെന്നുള്ളതിന് ഇപ്പം റിയൽ കണ്ടന്റിനേക്കാളും കൂടുതൽ കോമാളിത്തരത്തിന് ഒരു വലിയ സ്കോപ്പ് ഉണ്ട്. കുഞ്ഞു കുട്ടികൾ പോലും ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. സിനിമകൾ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു വ്ളോഗർ ഇത്തരത്തിലുള്ള ഒരു കോപ്രായം അദ്ദേഹത്തിന്റെ കാറിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു കോപ്രായത്തെ ഈ പറയുന്ന പോലെ സിനിമകളിൽ നിന്ന് ഇൻസ്പയർ ആയി എന്ന് പറഞ്ഞു, ആവേശ സിനിമകളിൽ ഇൻസ്പയർ ആയിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. സിനിമകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും അങ്ങനെയാണെങ്കിൽ നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കണ്ടേ? അപ്പൊ ഇത്തരത്തിലുള്ള കുറെ ന്യൂനതകൾ ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇടപെട്ട് പറയാണ്, ഈ സഞ്ജു കണ്ടിരിക്കുന്ന സിനിമയും സഞ്ജു ആവർത്തിച്ചതെന്ന് പറയുന്ന ഈ ആവേശ സിനിമയാണെന്നാണ്. ഞാനോ സിനിമ കണ്ട ആളെന്ന നിലയിൽ ഈ അമ്പാൻ ലോറിക്കകത്ത് വെള്ളം നിറച്ചത് ഒരു കോമ്പൗണ്ടിനുള്ളിലാണ്. അവിടെ അമ്പാന്റെ ലോറിയിൽ നിന്ന് വെള്ളം ചോർന്നാലും ആർക്കും ഒന്നും പറ്റാൻ പോകുന്നില്ല. പക്ഷെ സഞ്ജു ടെക്കി ചെയ്തത് പുറത്തേക്ക് ഇറങ്ങിയാണ്. അവിടുന്ന് പെട്ടെന്ന് ഒരു ലീക്ക് ഉണ്ടാവുകയോ ആ വെള്ളം മുഴുവൻ റോഡിലേക്ക് പോവുകയോ ചെയ്താൽ. സഞ്ജു ടെക്കി എന്ന് പറയുന്ന വ്യക്തി ഇത് ആദ്യമായിട്ടല്ല പൊതുനിരത്തില് ഈ പറഞ്ഞ പോലുള്ള സാഹസം കാണിച്ചിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം റോഡിൽ റേസ് നടത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രമുഖ വ്ളോഗറുമായിട്ട് ചേർന്നിട്ട് റേസ് നടത്തിയിട്ടുണ്ട്. ആ ഒരു കാര്യത്തെ എന്തുകൊണ്ട് അന്ന് ഇത്രയും ചർച്ച ചെയ്തില്ല? കാരണം ആ ഒരു കാലഘട്ടത്തിൽ സഞ്ജു ടെക്കിയുടെ വീഡിയോ ഇപ്പോൾ ഉള്ളതിനേക്കാളും റീച്ച് വളരെ കുറവായിരുന്നു. എന്താ പറയാ നിയമപാലകരുടെ ഇടയിലോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലോ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു. അത്തരത്തിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇന്ന് ഇതിന്റെ എന്താ പറയാ തീവ്രത കൂടിയ സമയത്ത് അത് ചർച്ച ചെയ്യപ്പെടുകയും ഈ ഒരു കേസിൽ അദ്ദേഹത്തിന്റെ ലൈസൻസ് കട്ടാക്കി എന്ന് പറയുന്നുണ്ട്, ആജീവന കാലം. ഞാൻ പറയും വളരെ നല്ല തീരുമാനം എന്ന് പറയും, കൈയടിക്കുന്നു. പക്ഷെ അതേസമയം ഏറ്റവും വലിയൊരു നാണക്കേട് കൂടിയുണ്ട്. ഇയാൾ ആദ്യം ചെയ്ത നിയമലംഘനത്തെ അന്ന് ചോദ്യം ചെയ്തിരുന്നെന്നുണ്ടെങ്കിലും ഇയാള് ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യുന്നുണ്ടോ? നാളെ ഇയാളുടെ കാറ് തീ കത്തിച്ചുകൊണ്ട് പോകുന്ന തരത്തിലോട്ട് ഇറക്കി കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? ചെറിയ തെറ്റിൽ നിന്നാണല്ലോ വലിയ തെറ്റിലോട്ട് പോകുന്നത്. എന്റെ ഒരു ചോദ്യമാണ്. ശരി, മനസ്സിലായി. ഷാജി സാർ അതിനുള്ള ഉത്തരം ഷാജി സാറിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്.